പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഇന്ന് നാടൻ ഞണ്ടുപിടുത്തമാണ്. തോട്ടിലേക്ക് നമുക്ക് കുറച്ച് ദൂരമുണ്ട്. നമ്മൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബാക്കി ട്രാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കടമാൻ തോടെത്തി. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഞണ്ടിനൊക്കെ നമുക്ക് പണ്ടൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കോഴി വേസ്റ്റ് റെഡിയാണ്. ഈ ചൂടുള്ള കോഴിയുടെ വേസ്റ്റ് അത് നമ്മൾ ഇങ്ങനെ ഒരു കല്ലിലോട്ട് കെട്ടിയിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് നമ്മൾ നൂലെടുത്തിട്ട് ഇത് വേണമല്ലോ, കല്ല് രണ്ട് വരുള്ളൂ. എന്നിട്ട് ഇവനിങ്ങനെ കെട്ടി ഒരു ബോൾ പോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടി വളരെ വളരെ കെട്ടി ഒരു ട്രാപ്പ് സെറ്റായി നമ്മുടെ. ഞങ്ങൾക്ക് ഒരു കെട്ടും കൂടെ കിട്ടാം. ഞങ്ങൾക്ക് കിടക്കുന്ന ഈ കടമാൻ തോട് കബനി നദിയിലോട്ടാണ് പോകുന്നത്. കബനി നദി അറിയാലോ, കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് വയനാട്ടിലെ. അത് പോയി കർണാടകത്തിലേക്കാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൈവഴിയാണ് ഈ കടമാൻ തോടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കടമ്പ് കഴിഞ്ഞ് നമ്മൾ ട്രാപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ പെട്ടെന്ന് കിട്ടില്ല. ഇതിപ്പോൾ എല്ലാവരും ആകർഷിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ കുറച്ച് സമയം എടുക്കും ഇത് എന്തായാലും. ഒരുപാട് നേരമായിട്ട് നമുക്ക് ഒന്നിനെ കിട്ടുന്നില്ല കേട്ടോ, വെയിലായതുകൊണ്ടായിരിക്കാം. നമ്മൾ മീൻ പിടിക്കാൻ പോയാലും ഞണ്ട് പിടിക്കാൻ പോയാലൊക്കെ ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റുള്ളൂ. കുറേ നേരം നിൽക്കേണ്ട വരും. ചിലപ്പോൾ കെട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും. പക്ഷേ ഒന്ന് വരാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയമെടുക്കും. ഇപ്പം ഞങ്ങൾ തന്നെ വന്നിട്ട് ഇപ്പോൾ വൺ അവറായി, 1 അവറിന് മേലെയായി. ഞങ്ങളെല്ലാവരും ഓരോ ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് തന്നെ ഇടുമ്പോഴാണ് കുറച്ചും കൂടെ പെട്ടെന്ന് വരാനുള്ള ചാൻസസ് കൂടുതൽ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോകാം. ഇടയ്ക്ക് വന്ന് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമുക്ക് എടുക്കാൻ പാകത്തിന് ഇത് ഒന്നും ഇരുന്നില്ല. എന്തായാലും കുറച്ച് നേരം കൂടെ നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇവിടെ മീനുകളും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എന്തായാലും ഇപ്പം മീനെ പിടിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഞണ്ട് മാത്രമാണ്. ഇപ്പം ഞണ്ടിനെ പിടിക്കാനുള്ള ഞങ്ങളുടെ കഠിന പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. നമുക്കിങ്ങനെ ചെരിഞ്ഞ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് അതൊക്കെ കോരി നോക്കാം. എല്ലാം പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല ഇത്. ജസ്റ്റ് മിസ്സായിട്ടോ. നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം. കിട്ടിയിട്ടുണ്ട്. ഇതിനെടുക്കാൻ പറ്റുന്ന കുറച്ച് പാടാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അത്യാവശ്യം വലുതാണ്. അത്യാവശ്യം മാറ്റി പിടിക്കുകയാണ്. നമ്മൾ ഇട്ടിടുന്ന സ്ഥലത്ത് അധികമില്ല, സാധനമില്ല. അപ്പോൾ നമുക്ക് പിടിച്ച് വിട്ടിട്ട് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാം. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ സ്ഥലം. ഇതിനൊരു ലൊക്കേഷൻ നമുക്ക് നോക്കാം. എല്ലാറ്റും കൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഏകദേശം ഒരു സ്ഥലത്ത് തന്നെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ആ വെയിലും മാറിയില്ലേ. നമ്മൾ ഇത്രയും നേരം ഇട്ടിട്ട് ആകെ കിട്ടിയേക്കുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻസ് മൊത്തം പാളും.
വലിപ്പമുള്ളതാണ്. കുറേ സമയത്തിന് ശേഷം ഞങ്ങൾക്കൊരു പാറഞ്ഞിട്ടും കിട്ടി. നോക്കൂ, എത്രണ്ണത്തിന് കിട്ടി? എനിക്ക് കിട്ടിയില്ല. ഞണ്ടൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ശാഖരയാണ് ശരിക്കും. നോക്ക് ഇപ്പോൾ വലിയൊരു ഞണ്ടൻ കിട്ടിയിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച് പൊക്കിയെടുത്തല്ലേ അത് കിട്ടുമോ? നമ്മൾ മെനക്കണം, അത് ശ്രദ്ധിച്ച് പൊക്കിയെടുക്കും. ഇതുകൊണ്ട് അതിൻ്റെ വലിപ്പം കണ്ടു. അത് വിടുന്നില്ല കേട്ടോ, അത്ര നോക്കിയിട്ടും അത് പിടിച്ചു വെച്ചിരിക്കുക. ആദ്യത്തെ വലിയ ഞണ്ട് കേട്ടോ. നമ്പർ 1 ആണ്. നോക്കിങ്ങനെ സൗണ്ടാക്കല്ലേ ഗൈസ്. നമുക്ക് ചാകരയാണ് ഗൈസ്, ഞണ്ടും ചാകര. അതിനിടയ്ക്കൊരു ഞണ്ട് നമ്മുടെ ട്രാപ്പ് പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ട് അത് കുടുക്കി കളഞ്ഞു. അപ്പോൾ നമുക്ക് വലിച്ചിട്ട് കിട്ടുന്നില്ല. നോക്കാം. നമ്മളെല്ലാ സ്ഥലത്തിട്ടുകൊണ്ട് പല സ്ഥലത്ത് ഒരുമിച്ച് കിട്ടുന്നുണ്ട്. പിടിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. ഞണ്ടുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഭയങ്കര ബലത്തിൽ താഴത്തേക്ക് കൊണ്ടുപോകും. പിന്നെ കഷ്ടപ്പെട്ടാണ് പൊക്കുന്നത്. പുല്ലിനിടെ കുടുങ്ങിയിട്ട് തിരിച്ചെടുക്കാൻ പോലും പറ്റുന്നില്ല. നമുക്ക് ഇറങ്ങിയെടുക്കാനും പറ്റില്ല.
പോകുന്ന ലക്ഷണമാണ്. അപ്പോൾ നമുക്കിനി പോയിട്ട് കുക്ക് ചെയ്യാം. നമുക്കിനി കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെക്കാം. അപ്പോൾ നമ്മൾ നാടൻ ഏതാണ് ഉപയോഗിക്കുന്നത്, വരട്ടിയെടുക്കാനാണല്ലോ. അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ നമ്മൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വരട്ടായതുകൊണ്ട് നാടൻ വരട്ടാണല്ലോ, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സവോളയും തക്കാളിയും കൂടെ ഇടാം. അത് നമ്മൾ ചോറായിട്ടാണ് ഇട്ടിരിക്കുന്നത്. തക്കാളി ആവശ്യത്തിന് മതി. നമുക്ക് നന്നായിട്ട് നിലത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പാകെ ഇതിനിട്ട് കൊടുക്കണം. ഇനി നമുക്ക് പൊടികളിടാം. കുറച്ച് മുളക് പൊടി കുറച്ച് മതി കേട്ടോ. നമ്മൾ കൂടുതൽ കുരുമുളക് പൊടി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം തക്കാളി ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴത്തേക്കും പൊടികൾക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഞണ്ട് നന്നായിട്ട് ഇളക്കി വെച്ചില്ല. കുക്കായിട്ടുണ്ടോ, നമുക്കിനി കുരുമുളക് പൊടി ആവശ്യത്തിനിട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം.